എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വേറിട്ട ചിന്ത എന്ന യുവജന പഠന പരമ്പരയുടെ 72ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളൊരു പുതിയ വചനചിന്തയുമായിട്ടാണ് ഒരുമിച്ച് സമ്മേളിക്കുന്നത്. ഒരിക്കലും ഒരു സഹോദരൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. അത് മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നാം കാണപ്പെടുന്നൊരു സംഭവമാണ്. അത് മർക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ 11ാം അധ്യായം 12 മുതലുള്ള വചനങ്ങൾ പറയുന്ന ഒരു സംഭവമാണ്. ഒരിക്കലും യേശുവും തൻ്റെ ശിഷ്യന്മാരും ബഥാനിയയ്ക്ക് കടന്നു പോകുന്ന സമയത്ത് യേശുവിനെ വിശന്നു. അപ്പോൾ ദൂരെ ഒരു അത്തിവൃക്ഷം കണ്ടു. യേശു അതിൽ നിന്ന് വല്ലതും കിട്ടും എന്നുള്ള പ്രതീക്ഷയും അതിൻ്റെ അടുക്കൽ ചെന്നു. അതിൽ ഇലയല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അപ്പോൾ യേശു അതിനെ നോക്കിയിട്ട്, ഇനി നിങ്ങളിൽ നിന്ന് എന്നേക്കും ആരും ഫലം പറിക്കാതെ പോകട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു, അവരോട് കടന്നുപോയി. ഇതൊരു വൈകുന്നേര സമയത്താണ് സംഭവം ഉണ്ടാകുന്നത്. എന്നാൽ പിറ്റേ ദിവസം രാവിലെ യേശുവും തൻ്റെ ശിഷ്യന്മാരും അതിനെ കടന്നു പോരുമ്പോൾ അവർ നോക്കിയപ്പോൾ അത്തി വേരോടെ ഉണങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനെ ഓർമ്മിപ്പിച്ചു, അങ്ങ് ശപിച്ച ആ അത്തിമരമുണ്ടല്ലോ, അത് വേരോടെ ഉണങ്ങിപ്പോയി. പക്ഷേ ആ സംഭവം എഴുതിയിരിക്കുന്ന ഭാഗത്തൊരു കാര്യം പറയുന്നു. യേശു അതിൻ്റെ അടുക്കൽ ഫലം വല്ലതും കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ച് കടന്നു ചെല്ലുമ്പോഴും അവിടെ എടുത്തു പറയുന്നുണ്ട്, അത് അത്തിപ്പഴത്തിൻ്റെ കാലം അല്ലായിരുന്നുവെന്ന്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇതാണ്, അത്തിപ്പഴത്തിൻ്റെ കാലം അല്ലാതിരിക്കെ യേശു അതിൻ്റെ അടുക്കൽ അത്തിപ്പഴം കിട്ടുമോ എന്ന് അന്വേഷിച്ച് ചെന്നത് നീതിയാണോ? അങ്ങനെ ചെന്നത് ശരിയാണോ? 2, അതിനകത്ത് ഒരു പഴം പോലും അതിനകത്ത് ഇല്ലാതെ പോയപ്പോൾ ആ അത്തിയെ നോക്കി യേശു ശപിച്ചിട്ട് അത് വേരോടെ ഉണങ്ങിപ്പോയി. അത് യേശു ചെയ്തത് നീതിയാണോ? ചോദ്യം ഇതാണ്, അത്തിപ്പഴത്തിൻ്റെ കാലം അല്ലാതിരിക്കെ യേശു അതിൻ്റെ അടുക്കൽ ചെന്ന് അത്തിപ്പഴം അന്വേഷിച്ചത് എന്ത്? അത്തിപ്പഴത്തിൻ്റെ സീസൺ അല്ലാത്തപ്പോൾ അതിൽ പഴം ഉണ്ടാകില്ലെന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഒരു കായ് പോലും ഉണ്ടാകില്ലെന്നുള്ള കാര്യം ഉറപ്പല്ലേ? നമ്മൾ തന്നെയാണെങ്കിലും എത്ര വില കൊടുത്തു, എത്ര കരുതലോടുകൂടി നട്ടു വളർത്തുന്ന ഒരു മാവാണെങ്കിലും അതിന് മാങ്ങ കായ്ക്കാൻ ഒരു സീസണുണ്ട്. ആ സമയത്ത് നമ്മളതിന് മാങ്ങ പ്രതീക്ഷിക്കണം. അത് കായ്ക്കേണ്ട പ്രായമായി, കായ്ക്കേണ്ട സീസണായി. എന്നിട്ടും കായ്ച്ചില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളത് വെട്ടിക്കളയും. എന്നാൽ സീസൺ അല്ലാത്ത സമയത്ത് ചെന്ന് മാങ്ങ നോക്കിയിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും അത് ചെയ്യുമോ? ഇല്ല. എങ്കിൽ യേശു ആ ചെയ്തതിൽ എന്താണ് ന്യായമുള്ളത്, എന്താണ് നീതിയുള്ളത്? ഇതാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യം പലരോടും ചോദിച്ചിട്ട് അവരൊക്കെ കൊടുത്ത മറുപടിയിൽ ആ സഹോദരൻ തൃപ്തനായില്ല. പലരുടെയും മറുപടി ഇങ്ങനെയാണ്, അത്തി യഹൂദനെ കാണിക്കുന്നു. അപ്പോൾ യഹൂദനിൽ ഫലമില്ലാതെ പോയാൽ യേശു ഇങ്ങനെ ചെയ്യും എന്നാണ് തനിക്ക് എല്ലാ ആളുകളും കൊടുത്ത മറുപടി. അതാണ്. താൻ അതിലൊന്നും തൃപ്തനായില്ല. ഒടുവിൽ എൻ്റെ അടുക്കൽ ചോദിച്ചു. ഞാൻ വചനത്തിൽ നിന്ന് കിട്ടിയ വെളിപ്പാടനുസരിച്ച്, പഠനമനുസരിച്ചൊരു മറുപടി കൊടുത്തു. അപ്പോൾ അത് ചാരനോട് ആവശ്യപ്പെട്ട്, അനേകർക്ക് ഈ ചിന്തയുണ്ട്, അനേകർക്ക് ഇങ്ങനെ സംശയമുണ്ട്, ചോദ്യമുണ്ട്. ഒരുപക്ഷെങ്കിലും എല്ലാവരും കൊടുത്തിരിക്കുന്ന മറുപടി ഇതായിരിക്കും, അത്തി യഹൂദനെ കാണിക്കുന്നു. എന്നാൽ അവരുടെ അറിവിലേക്ക്, അത്തരത്തിലുള്ള ചിന്തയോ സംശയവും ഉള്ളവരുടെ അറിവിലേക്ക് ഒരു പഠനത്തിന് വേണ്ടിയാണ് ഇത് ഇടുന്നത്. നമുക്കതിനെക്കുറിച്ചൊന്ന് ആഴമായി ചിന്തിക്കാം. പത്രോസ് ഈ കാര്യം യേശുവിനെ ഓർപ്പിക്കുമ്പോൾ യേശു അവിടെ യഹൂദനെ സംബന്ധിച്ച് ഒരു വിവരണവും അവിടെ കൊടുക്കുന്നില്ല. എൻ്റെ സ്വന്തം ജനമുണ്ടല്ലോ ഇസ്രായേല്, അവർ ഫലമില്ലാതെ പോയ ഇങ്ങനെ ഞാൻ ചെയ്യും, അതിൻ്റെ ദൃഷ്ടാന്തമാണ് കാണിച്ചത്. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് യേശു അവിടെ പരാമർശിച്ച് സംസാരിക്കുന്നില്ല. മറിച്ച് പത്രോസിനോട് പെട്ടെന്ന് പറയുന്നത്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എന്ത് യാചിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും. ഒരു മലയോട് തന്നെ നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ, വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ അത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു മാതൃക പോലെയാണ് യേശു അവിടെ ചെയ്തത്. എന്നാൽ അത്തി യഹൂദനെ കാണിക്കുന്നു എന്നുള്ള ആ ഒരു വാദഗതി ശരിയാണ്. യഹൂദനുമായിട്ട് താരതമ്യപ്പെടുത്തി അത്തിയെ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഈ സംഭവത്തിൽ യേശു ചെയ്തത് യഹൂദനോട് ഞാൻ ഇങ്ങനെ ചെയ്യുമെന്നോ അല്ലെങ്കിൽ യഹൂദനെ ഞാൻ അങ്ങനെ ചെയ്തു എന്നോ
എന്നുള്ളൊരു വെളിപ്പെടുത്തലായിട്ടാണോ യേശു ഇത് ചെയ്തത്? നമുക്കിതിനെക്കുറിച്ചൊരു വചനത്തിലുള്ളൊരു അന്വേഷണം നടത്തുമ്പോൾ നമുക്ക് എന്താണ് കണ്ടെത്താൻ സാധിക്കുക? ഒന്ന്, ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ ഒരിക്കലും ദൈവം വേരോടെ ഉണക്കിക്കളയും എന്ന് പഠിപ്പിക്കുന്നില്ല, വചനത്തിലെങ്ങും പറയുന്നില്ല. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാലും അതിൻ്റെ കുറ്റിയിൽ നിന്ന് അത് തളിർ വിട്ടുവരും. അപ്പോൾ ഒരു വൃക്ഷത്തെ വെട്ടിയാൽ ഭൂപരപ്പിന് മുകളിൽ കാണുന്ന ഭാഗത്തെ വെട്ടി നീക്കിയാലും അതിൻ്റെ വേര് ആഴങ്ങളിൽ ജലമോടുന്ന സ്ഥലത്ത് ജലമുള്ളോടത്ത് ചെന്ന് സ്പർശിക്കുന്നത് കൊണ്ട് അത് വീണ്ടും തളിർ വിട്ടു വരും. പക്ഷേ ഉണക്കിക്കളയുന്ന ഒരു വൃക്ഷം എന്ന് പറഞ്ഞാൽ, വേരോട് ഉണങ്ങിപ്പോയ ഒരു വൃക്ഷം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അത് തളിർ വിട്ട് വരത്തില്ല. വിലാപങ്ങളുടെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, തൻ്റെ ഉഗ്രകോപത്തിൽ അവൻ ഇസ്രായേലിൻ്റെ കൊമ്പുകളൊക്കെയും വെട്ടിക്കളഞ്ഞു. അപ്പോൾ ദൈവജനമാകുന്ന ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ കോപം അതിശക്തമായി വന്നപ്പോൾ ചെന്ന് ദൈവം ചെയ്തത് അതിൻ്റെ കൊമ്പുകൾ വെട്ടിക്കളയുകയാണ് ചെയ്തത്. മറിച്ച് അതിന് വേരോടെ ഉണക്കിയില്ല. വേരോടെ ഉണക്കിയാൽ പിന്നെ അതൊരിക്കലും തളിർ വിട്ട് വരത്തില്ല. എന്നാൽ യെശയ്യാ പ്രവചനത്തിലെ അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, എങ്കിലും കരുമരവും കരുവേലവും വെട്ടിയാൽ അവയുടെ കുറ്റി ശേഷിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ശേഷിച്ചിരിക്കും. അപ്പോൾ അവിടെയും അതിൻ്റെ കുറ്റിയെ ശേഷിപ്പിച്ച് വെച്ചിരിക്കുക. വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു, അവൻ്റെ ഉഗ്രകോപത്തിൽ അതിൻ്റെ കൊമ്പുകളാണ് വെട്ടിയത്, അപ്പോഴും അതിൻ്റെ തായ് മരം അവിടെ നിൽക്കുകയാണ്. കൊമ്പുകൾ വെട്ടിക്കളഞ്ഞു. ഇനി അഥവാ അതിൻ്റെ തായ് മരം, അതല്ല ഭൂപരപ്പിൽ നമ്മൾ കാണുന്ന ഭാഗം തന്നെ അത് വെട്ടിക്കളഞ്ഞാലും അതിൻ്റെ കുറ്റി മണ്ണിൽ ശേഷിക്കുന്നിടത്തോളം കാലം അത് തളിർ വിട്ട് വരും. അപ്പോൾ അതുപോലെയാണ് വിശുദ്ധ സന്തതിയെ ഒരു ശേഷിപ്പാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വാക്യങ്ങളിൽ നിന്നൊക്കെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ അവർ എത്ര പാപം ചെയ്താലും, അവരിൽ എത്ര ഫലമില്ലാതെ പോയാലും, അവർ ദൈവത്തിന് എത്ര അന്യപ്പെട്ടു പോയാലും അവരുടെ കൊമ്പുകൾ വെട്ടിക്കളയും. പക്ഷേ അവിടെ ശേഷിക്കുന്നൊരു ഭാഗമുണ്ടായിരിക്കും. എന്നാൽ ഇവിടെ സംഭവിച്ചത്, യേശു മത്തിയെ നോക്കിയിട്ടൊരു വാക്ക് പറഞ്ഞു, ഇനി ആരും ഒരു നാളും നിങ്ങളുടെ ഫലം കാണത്തില്ല. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതിയെ അങ്ങനെ ഉന്മൂലനാശം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. അവർ തങ്ങൾ ദൈവവുമായിട്ട് മത്സരിച്ച് ദൈവത്തിന് അവർ അകലപ്പെട്ട് അന്യ ദൈവങ്ങളെ സേവിച്ച് പോയപ്പോഴേക്കും തക്കതായ ശിക്ഷ അവർക്ക് കൊടുത്തു. പലപ്പോഴും അവർ പ്രവാസികളായിപ്പോയി. പക്ഷെ അവിടെയൊന്നും അവർ അറ്റുപോയില്ല, അവർ നിശേഷം നശിച്ചു പോയില്ല. അവരെ സംബന്ധിച്ചോളം പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയല്ലേ, അവരെ പീഡിപ്പിക്കും തോറും അവർ ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു, അവർ വളർന്നുകൊണ്ടിരുന്നു. കാരണം ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അനുഭവം ഇതാണ്. അവരെ എത്ര നശിപ്പിക്കാൻ നോക്കിയാലും അവർ ബലപ്പെട്ടുകൊണ്ടിരിക്കും. പീഡിപ്പിക്കും തോറും വർദ്ധിച്ചു കൊണ്ടിരുന്ന ഒരു ജനം. കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്തമാണത്, അബ്രഹാമിനുള്ള നീതിയാണത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ യേശു ഒരൊറ്റ വാക്ക് കൽപ്പിച്ചപ്പോൾ വേരോടെ ഉണങ്ങിപ്പോയെങ്കിൽ അത്തി യഹൂദനെ കാണിക്കുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും ഈ സംഭവത്തോടുള്ള ബന്ധത്തിൽ യഹൂദനുമായി ഒരു ബന്ധവും ഇല്ല. അത് നമുക്ക്, ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, പത്രോസ് ഈ വിഷയത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ യേശു ഒരു വാക്ക് പോലും യഹൂദനുമായി ബന്ധപ്പെട്ട് അവിടെ സംസാരിക്കുന്നില്ല. ഇനി അങ്ങനൊരു പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ ദൈവം ഒരു വാക്കെങ്കിലും പറയുമായിരുന്നു, എൻ്റെ ജനമുണ്ടല്ലോ, എന്നെ തള്ളിക്കളഞ്ഞ ജനം, അവരെ ഞാൻ ഇതുപോലെ ഞാൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരെന്നെ കൈക്കൊണ്ടില്ല, ശരി തന്നെ, അവരെന്നെ ആട്ടി ഓടിച്ചു കളഞ്ഞു, അവരെന്നെ കൊല്ലാനിരിക്കുക, എങ്കിൽ പോലും വേരോടെ അവരെ ഉണക്കിക്കളയത്തില്ല. ദൈവത്തിൻ്റെ എത്ര ഉഗ്ര കോപം വന്നാലും വാഗ്ദത്ത ജനമാകുന്ന ഇസ്രായേലിൻ്റെ കൊമ്പുകൾ വെട്ടിക്കളഞ്ഞാലും അതിൻ്റെ തായ്മരം വെട്ടിക്കളയുകയില്ല. വന്നത് അഥവാ വെട്ടിയാലും ഒരു കുറ്റി ശേഷിച്ചിരുന്നാലും അത് മുളച്ചു വരുമെന്ന് യോബിൻ്റെ പുസ്തകത്തിലും യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിലും നമ്മൾ വായിച്ചല്ലോ. അപ്പോൾ ഒരു കാര്യം നമുക്ക് സ്ഥിരീകരിക്കാം, ഇവിടെ നടന്നത്
ഈ അത്തി യഹൂദനെ കണ്ടുകൊണ്ട് ദൈവം ശപിച്ചത് അല്ല. ദൈവജനത്തെ ദൈവങ്ങളുടെ വേരോട് ഉണക്കിക്കളയുവാൻ ശപിക്കുന്നതും അല്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? നമ്മുടെ ചോദ്യം ഇതാണ്. അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞു എന്നിട്ടും യേശു അവിടെ ചെന്ന് അതിനെ ശപിച്ചത് നീതിയാണോ? അത് വേരോട് ഉണങ്ങിപ്പോയല്ലോ. എന്താണ് സത്യത്തിലൂടെ സംഭവിച്ചതെന്ന് തിരുവചനത്തോടെ നമുക്കൊന്ന് അന്വേഷിക്കാം. അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാതിരിക്കുക അത്തിയിൽ അത്തിപ്പഴം ഉണ്ടാകുമോ? നമുക്ക് വചനം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് നമുക്ക് വചനത്തിൽ അന്വേഷിക്കാം. വേറിട്ട ചിന്തയുടെ ഒരു പ്രത്യേകത, വചനത്തിൻ്റെ തെളിവുകളില്ലാതെ യാതൊന്നും പറയത്തില്ല. അതുകൊണ്ട് ഏതൊരു കാര്യം പറഞ്ഞാലും അതിൻ്റെ വചനത്തിൻ്റെ പിന്തുണ ഉണ്ടായിരിക്കും. നമുക്ക് വചനത്തിലേക്ക് തന്നെ നമുക്ക് കടക്കാം. മീഖ പ്രവചനം അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. എനിക്ക് അയ്യോ കഷ്ടം, പഴം പറിച്ച ശേഷം എന്ന പോലെയും മുന്തിരിപ്പഴം പറിച്ച ശേഷം കാല പെറുക്കുന്നത് പോലെയും ഞാൻ ആയല്ലോ. തിന്മാൻ ഒരു മുന്തിരിക്കൊലയും ഇല്ല, ഞാൻ കൊതിക്കുന്ന അത്തിയുടെ തലപ്പഴവും ഇല്ല. ഇവിടെ പറയുകയാണ് ഞാൻ കൊതിക്കുന്ന അത്തിയുടെ തലപ്പഴവുമില്ല. എന്താണ് തലപ്പഴം എന്നാൽ എന്താണ്? നമുക്കതിനെ അല്പം കൂടി വിശദമായി വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഈ തലപ്പഴം എന്താണെന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. അത് ഹോശയ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി, അത്തിവൃക്ഷത്തിൽ ആദ്യം ഉണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു. ഇവിടെ ഈ 2 വാക്യങ്ങളിലും അത്തിയിൽ കായ്ക്കുന്ന ഫലത്തെ തലക്കനി, തലപ്പഴം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അതായത് അത്തിപ്പഴത്തിൻ്റെ സീസണ് മുൻപ് കായ്ക്കുന്ന ഒരു ഫലമാണ് ഇത്. ചില ഇടങ്ങളിലൊക്കെ ചെന്നാൽ അറിയാം, മാങ്ങ കായ്ക്കാൻ ഒരു പ്രത്യേക സീസൺ ഉണ്ടല്ലോ. പക്ഷേ ആ സീസണ് മുൻപ്, വിശേഷം മൂവാണ്ടൻ എന്നറിയപ്പെടുന്ന മാങ്ങ അതിന് മുൻപ് കായ്ച്ചിരിക്കും. അത്തരത്തിലുള്ള കായ ഉണ്ടാകുന്നത് സീസണല്ല, സീസണ് മുൻപേ ഉണ്ടാകും. അതുണ്ടായി കുറേ നാൾ കഴിഞ്ഞിട്ടേ അതിൻ്റെ സീസൺ വരത്തുള്ളൂ, അത് കായ്ക്കത്തുള്ളൂ. അപ്പോൾ അതിന് മുന്നമേ കായ്ക്കുന്നത് കൊണ്ട് തലക്കനി എന്നും തലപ്പഴവും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ യേശു പ്രതീക്ഷിച്ച് ചെന്നത് സീസണ് മുൻപ് കായ്ക്കുന്ന ഒരു പഴമുണ്ടല്ലോ, തലപ്പഴം, തലക്കനി, അത് അന്വേഷിച്ചാണ്, അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് യേശു അവിടെ ചെന്നത്. അതുകൊണ്ടാണ് അത്തിപ്പഴത്തിൻ്റെ കാലം അല്ലാഞ്ഞു എന്ന് പറയാനുള്ള കാരണം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, അത്തിപ്പഴത്തിൻ്റെ കാലം അല്ല എങ്കിലും അത്തിവൃക്ഷത്തിൽ അത്തരത്തിലുള്ളൊരു പഴമുണ്ട്, സീസണ് മുൻപായി കായ്ക്കുന്ന തലപ്പഴം. തലക്കനിയാണ്, അത് പഴുക്കുമ്പോഴാണ് തലപ്പഴമാകുന്നത്. അപ്പോൾ അങ്ങനെ സീസണ് മുൻപ് കായ്ക്കുന്ന ഒരു ഫലമാണ് യേശു അവിടെ പ്രതീക്ഷിച്ചത്. എന്നാൽ ഇവിടെ ഇതിങ്ങനെ കാണിക്കുവാനുള്ള കാലം, അതിന് ഒരു പഴം കിട്ടിയില്ല എന്ന് കരുതി ഒരു അത്തിയെ ഉണക്കിക്കളഞ്ഞത് ശരിയാണോ? എപ്പോഴും ഫലവാനത്തുണ്ടാകണമെന്നുണ്ട്. ഒരു പക്ഷേങ്കിൽ യേശുവിന് മുൻപ് വിശന്ന ഒരാളതിനെ കടന്നുപോയി കാണും, അദ്ദേഹം അത് പറിച്ച് കാണും, അവരുടെ വിശപ്പടക്കാൻ വേണ്ടി അത് പറിച്ച് ഭക്ഷിച്ച് കാണും. അപ്പോൾ അതുകൊണ്ട് യേശുവിന് മുമ്പേ കടന്നുപോയ ഒരാളുടെ വിശപ്പടക്കിയെന്ന് നമ്മൾ കരുതുക. അപ്പോഴും യേശുവിനൊരു പഴം കിട്ടിയില്ല എന്ന് കരുതി അങ്ങനെ ശപിക്കുന്നത് ശരിയാണോ? പക്ഷേ ഇവിടെ യേശു ആ സംഭവം കഴിഞ്ഞതിന് ശേഷം പത്രോസിന് കൊടുക്കുന്ന മറുപടിയിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എന്ത് യാചിച്ചാലും കിട്ടും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ മാനുഷിക ദൃഷ്ടിയിൽ അസാധ്യമെന്ന് തോന്നുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അത് പ്രാർത്ഥനയിലൂടെ സാധ്യമാകുമെന്ന് ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് ശിഷ്യന്മാരുടെ കാണുക അത് ചെയ്തത്. അതിലുപരിയായി ഒന്നും കൂടി പറഞ്ഞാൽ, യേശുവിൻ്റെ ചില അധികാരങ്ങൾ വെളിപ്പെടുത്തുവാൻ വളരെ ശ്രദ്ധിക്കുക. യേശു വാക്കുകൾ കൊണ്ട് ഞാൻ ദൈവമാണെന്നും എന്നെ നിങ്ങൾ ആരാധിക്കണമെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. കാരണം യേശുവിൻ്റെ ദൈവത്വം ഉയരത്തിൽ വെച്ചിട്ടാണ് പോകുന്നത്. മനുഷ്യനായി ഇങ്ങോട്ട് പോകുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വചനത്തിൻ്റെ അല്പം മാത്രം വെളിപ്പാട് പ്രാപിച്ചിട്ട് ചിലരൊക്കെ പറയാറുണ്ട് യേശു മനുഷ്യനാണ്, മനുഷ്യപുത്രനാണ്. അതായത് ഒരിക്കൽ കുരുടിൻ്റെ കണ്ണ് തുറന്നു, അതിൻ്റെ ആദ്യ ഭാഗം തുറന്നു, നീ എന്ത് കാണുന്നു? ഞാൻ മനുഷ്യരെ കാണുന്നു. എങ്ങനെയുണ്ട്? അവർ മരങ്ങൾ പോലെ അത്രേ. അതും എവിടെ കാണുന്നത്?
ആകാശത്തിൽ. നോക്കിക്കേ, ഒന്നവൻ്റെ കാഴ്ച മനുഷ്യർ മരങ്ങൾ പോലെ. ഇവൻ ഈ അന്ധനാണെന്ന് മനസ്സിലാക്കി. ഇവന് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? മരത്തെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവൻ്റെ ഒരു ഭാവന വെച്ച് പറയുക, മരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഞാൻ കണ്ട മനുഷ്യൻ മരം പോലെയാണെന്ന്. അല്ലെങ്കിൽ മുൻപ് മരം കണ്ടിട്ടുള്ളവനാണെങ്കിൽ ശരിയാ, ഞാൻ പണ്ട് മരം കണ്ടിട്ടുണ്ടോ അതുപോലെ ഇരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ അവൻ അന്ധനാണ്, അവന് മരമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവൻ്റെ ഭാവനയാണ് പറയുന്നത്. എന്നിട്ട് അവൻ പറയും അത് മുകളിലാണ് കാണുന്നത്. രണ്ടാം ഘട്ടം യേശു ഒന്നും കൂടെ പ്രാർത്ഥിച്ചപ്പോൾ അവൻ സ്പഷ്ടമായി കണ്ടു. എന്നതുപോലെ ഈ വിശുദ്ധ ബൈബിളിൽ ചിലരൊക്കെ ചില ഭാഗങ്ങൾ വായിച്ചിട്ട് യേശു മനുഷ്യനാണ്, ദൈവപുത്രനാണ്, ദൈവമല്ല, ആരാധിക്കാൻ എങ്ങും പറഞ്ഞിട്ടില്ല, യേശു വാക്കുകൾ കൊണ്ട് ദൈവമാണെന്ന് സമർപ്പിക്കാൻ വന്ന ആളല്ല. വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുള്ള ദൈവത്തോട് സമത്വം ഉണ്ടായിരുന്നു, അത് അവിടുന്ന് വെച്ചിട്ടാണ് പോകുന്നതെന്നൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. രണ്ടാമത് യോഹന്നാൻ 17:5 പറയുന്നുണ്ട്, പിതാവേ, ലോകാരംഭത്തിന് മുൻപ് എനിക്ക് നിൻ്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ മഹത്വപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട്. ആ മഹത്വം എന്താണെന്ന് യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കിടന്ന് കാണുന്നുമുണ്ട്. എന്തുവാ? സിംഹാസനത്തിൽ ഇരിക്കുന്നവരെയും കുഞ്ഞാടിനെയൊക്കെയും അവർ വീണ് വണങ്ങി ആരാധിക്കുക. അപ്പോൾ ദൂതന്മാരെ ഒരിക്കലും ആരാധിക്കത്തില്ല, ദൈവത്തിൻ്റെ പുത്രനെ ആരാധിക്കത്തില്ല. അപ്പോൾ യേശു ആരാണ്? ദൈവമായിരുന്നവൻ മനുഷ്യവേഷത്തിൽ വന്നതാണ്. അപ്പോൾ ഞാനതൊക്കെ വിശദീകരണം എൻ്റെ പല എപ്പിസോഡുകളുണ്ട്, ഞാൻ അങ്ങോട്ട് തിരിയുന്നില്ല. ഒറ്റ വാക്കിൽ പറയാം, യേശു വാക്കുകൾ കൊണ്ട് തെളിയിക്കാൻ വന്നവനല്ല. അതിൻ്റെ തെളിവാണ് പത്രോസിന് പറയുന്നത്, ഞാൻ ക്രിസ്തുവാണെന്ന് നീ ആരോടും പറയരുത്, ഞാൻ യേശുവാണെന്ന് നീ പറഞ്ഞോ. അതിനൊക്കെ ഒത്തിരി അർത്ഥമുണ്ട്. അതറിയണമെങ്കിൽ വേറൊരു ചിന്തയിൽ എൻ്റെ പുറകോട്ടുള്ള എപ്പിസോഡൊക്കെ ഞാൻ വിശദീകരിച്ച് പറയുന്നുണ്ട്. യേശു ആണെന്ന് നീ പറഞ്ഞു, പക്ഷേ ഞാൻ ക്രിസ്തുവാണെന്ന് നീ ആരോടും പറയേണ്ട, അതൊരു വെളിപ്പാടാണത്. അത് നീ വെളിപ്പാടിൽ പ്രാപിക്കേണ്ടതാണ്. ഞാൻ ക്രിസ്തുവാണെന്ന് സ്വർഗത്തിലെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നെ, പക്ഷേ ഞാൻ യേശുവാണെന്ന് നിനക്ക് ആരും വെളിപ്പെടുത്തി തന്നതല്ല. അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ട് അറിയണമെങ്കിൽ വേറിട്ട് ചിന്തകളുടെ പഴയ എപ്പിസോഡുകളിലേക്ക് പോയാൽ അതിനെക്കുറിച്ചുള്ള പഠനം നടത്താം. അപ്പോൾ ഞാൻ മടങ്ങി വരട്ടെ. ഇവിടെ യേശു ചെയ്തൊരു പരിപാടി, ലാസർ മരിച്ചത്, യേശു വളരെ സ്നേഹിച്ച മനുഷ്യൻ, യേശുവിനെയും വളരെ സ്നേഹിച്ച ഒരു മനുഷ്യൻ, അതാണ് നിനക്ക് പ്രിയനായവനെന്നുള്ള സഹോദരന്മാരെ എന്ന് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുവൻ മരിക്കപ്പെട്ടത് എന്തിനാണ്? മരണത്തിൻ്റെ പേരിലും തനിക്ക് അധികാരമുണ്ടെന്ന് വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തികൾ കൊണ്ട് വെളിപ്പെടുത്തിയവനാണ് നമ്മുടെ കർത്താവ്. മരിച്ചവനെ, മരിച്ച അവസ്ഥയിൽ കിടക്കുന്നവനെ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ജീവൻ്റെ ദാതാവിനെ മാത്രമേ കഴിയുകയുള്ളൂ എന്നതുകൊണ്ട് അവൻ ദൈവമാണെന്ന് തൻ്റെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തിയതുപോലെ. കാരണം പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ വന്നതാണ്, വാക്കുകൾ ചെയ്യാൻ വന്നതല്ല. അപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കുക, ലോകത്തിൽ ഇന്നു വരെയും ഒരു കെമിക്കൽ പോലും ഒരു വൃക്ഷത്തെ ഒറ്റ ദിവസം കൊണ്ട് ഉണക്കിക്കളയാൻ കണ്ടുപിടിച്ചിട്ടുള്ള യാതൊരു കെമിക്കലും ഇല്ല. എന്നാൽ ആഴ്ചകൾ കൊണ്ട് ഉണക്കിക്കളയാനുള്ള കെമിക്കലുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു തരുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ പ്രയോഗിക്കും, ആരോഗ്യക്കാർക്കൊക്കെ ശല്യമായിട്ട് മാറും. അപ്പം അങ്ങോട്ട് പോകുന്നില്ല. എങ്കിലും ഞാൻ പറയാം, ഇവിടെ ശ്രദ്ധിക്കണം, വൈകുന്നേരമാണ് ശപിക്കുന്നത്, രാവിലെയാണത് ഉണങ്ങിക്കാണുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകലായിരുന്നെങ്കിൽ പറയും, അയ്യോ ഇന്നത്തെ ചൂട് ഭയങ്കരമായിരുന്നു, നോക്കിക്കേ ആ അത്തി നോക്കിക്കേ, ഒറ്റ പകൽ കൊണ്ട് അത് കരിഞ്ഞു പോയി, സൂര്യൻ്റെ പ്രകാശം രശ്മി നേരിട്ട് അത്തിയിലേക്ക് പതിച്ചു, അതുകൊണ്ട് അത് ഉണങ്ങിപ്പോയെന്നൊക്കെ ചില യുക്തിവാദികൾ പറയും. ഏത് ഈ മോശയും ജലമൊക്കെ കടന്നു പോയത് ആഴം ഉള്ളിടത്തോടെ അല്ല, മുട്ടിനൊപ്പം പോലും വെള്ളമില്ലാത്തടത്തിലെ കടന്നു പോയെന്നൊക്കെ പറഞ്ഞ് ചില പരിഹാസികളുണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അത് ദൈവനിഷേധികൾ പറയാറുണ്ട്. ഞാനിങ്ങനെ ഒരു സംഭവം കേട്ടിട്ട് ഒരിക്കലും അമ്മച്ചി ഇരുന്ന് എന്നും പ്രാർത്ഥിക്കും, ഫറവോനെയും സൈന്യത്തെയും ജകളെ നോക്കിക്കൊന്നവനെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു പറഞ്ഞ് എന്ന് ആരാധിക്കുന്നു. അപ്പോൾ ഈ അമ്മച്ചിയുടെ മകൻ ദൈവവിശ്വാസിയൊന്നുമല്ല, യുക്തിവാദിയാണ്. ഒരു ദിവസം വിദേശത്തേക്ക് നാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വെച്ച് പറഞ്ഞു, എൻ്റെ പൊന്നമ്മച്ചി, അമ്മച്ചി ഇരുന്ന് വിച്ചും പേയൊക്കെ പറയല്ലേ, അവിടെ അങ്ങനെയൊന്നും ഈ പറയപ്പെടുന്ന വെള്ളമൊന്നുമില്ല, വെറും കാല് പോലും കാലിൻ്റെ പാദം പോലും മുങ്ങാനുള്ള വെള്ളമില്ല, അതുകൊണ്ടൊക്കെ വെറും വിറ്റത്തില് വന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചിയുടെ പ്രാർത്ഥന മാറ്റി. അമ്മച്ചി പറയുക, പാദം പോലും മുങ്ങാൻ വെള്ളമില്ലാത്തവർക്ക് ഫറവോനെ സൈന്യത്തിൽ മുക്കിക്കൊന്ന അത്ഭുതത്തിൻ്റെ ദൈവമേ എന്ന് പറഞ്ഞാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഇങ്ങനെയൊക്കെ ചില ന്യായവാദങ്ങൾ പറയാറുണ്ട്, അവിടെയും വലിയ വെള്ളമില്ലായിരുന്നു, നടന്നു പോകാനുള്ള വഴിയുണ്ടായിരുന്നത് എന്ന് പറഞ്ഞ രീതിയിലുള്ള കൂട്ടർ പറയും. അന്നത്തെ വെയിലിൻ്റെ ചൂട് കൊണ്ട് ആ സൂര്യൻ്റെ ആ പ്രത്യേക ഒരു രശ്മി, അത് കത്തിക്കുന്ന രശ്മി അവിടെ മാത്രം അടിച്ച് അതുകൊണ്ട് അത്തി ഉണങ്ങിപ്പോയി എന്നൊക്കെ പറയും. അതുകൊണ്ട് ദൈവം എന്നറിയുള്ളൂ, ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂറിൽ മരത്തിന് ഏറ്റവും യോജ്യമായ സമയം എന്ന് പറയുന്നത് രാത്രിയാണ്. കാരണം അവിടെ മഞ്ഞ് പെയ്തിറങ്ങുന്ന തണുപ്പുണ്ട്. എന്നാൽ അത്തരത്തിലുള്ളതായ രാത്രിയുടെ വേളയിലാണ് ഒറ്റ രാത്രി കൊണ്ട് ഉണക്കിക്കളഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്നറിയാമോ? യേശുവിൻ്റെ വചനത്തിൻ്റെ അധികാരവും കൂടി വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അവൻ ഇങ്ങനെ പറയുന്നു, മത്തായി സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു 7-ാം അധ്യായത്തിൽ, അവൻ അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അവൻ അധികാരമുള്ളവനായിട്ട് അത്രയും ഉപദേശിച്ചത്. അവൻ്റെ വചനത്തിൻ്റെ, അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നു പറയുന്ന വചനത്തിൻ്റെ അധികാരം ലാസറിൻ്റെ കല്ലറയിൽ വെളിപ്പെട്ടതുപോലെ ഇവിടെ ഇതാ
ഒരു വൃക്ഷത്തിൻ്റെ വേരുകൾ എന്ന ആഴങ്ങളിലേക്ക് പതിഞ്ഞ് അത് വെള്ളമൂർന്ന നീർച്ചാലുകളിൽ ചെന്ന് പതിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വൃക്ഷത്തെ വെട്ടിക്കളഞ്ഞാലും അതിൻ്റെ ഷൂട്ട് എന്ന് പറയുന്ന ഭാഗം വെട്ടിക്കളഞ്ഞാലും റൂട്ട് എന്ന ഭാഗം മണ്ണിലടിയിലുണ്ട്. അതിന് ജലമായിട്ട് ബന്ധമുള്ളിടത്തോളം കാലം അത് തളിർവിട്ട് വരും. അതാണ് നമ്മൾ യെശയ്യാപ്രവചനത്തിലും യോബിൻ്റെ പുസ്തകത്തിലും വായിച്ചത്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ഒരൊറ്റ വാക്ക്, അവൻ ഇനിയും നിങ്ങൾ നിന്ന് എന്നേക്കും ഫലം പറിക്കാതെ പോകട്ടെ എന്നുള്ള ഒറ്റ വാക്ക് കൽപ്പിച്ചപ്പോൾ അവൻ്റെ വചനത്തിൻ്റെ അധികാരം മണ്ണുകളെയും കല്ലുകളെയും ഭേദിച്ചുകൊണ്ട് ജലവുമായിട്ട് ബന്ധപ്പെട്ട് കിടന്ന വേരിനെ അങ്ങോട്ട് വെട്ടിമാറ്റി. അതാണ് ദൈവത്തിൻ്റെ വചനം ഇരുവായത്തിലുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയത്. പ്രാണനെ ആത്മാവിനെയും സന്ധ്യമജ്ജകളെയും തമ്മിൽ വേർപിരിക്കത്തക്ക നിലയിൽ പ്രവർത്തിക്കുന്ന ശക്തിയുള്ള വചനമാണ്. ആ വചനം കടന്നു ചെന്നിട്ട് എങ്ങനെ കടന്നുപോയ മണ്ണുകളെയും കല്ലുകളെയും ഭേദിച്ചുകൊണ്ട് ആഴങ്ങളിലേക്ക് പാഞ്ഞിരുന്ന വേരിനെ ആ വചനം ചെന്ന് വെട്ടിമാറ്റി. വൃക്ഷത്തിന് വളർച്ചയ്ക്ക് അനുയോജ്യമായ ഘടകം കൊടുക്കുന്ന ജലവുമായിട്ടുള്ള ബന്ധത്തെ വെട്ടിമാറ്റി. ഒറ്റ രാത്രി കൊണ്ട് ഉണങ്ങിപ്പോയി. അവൻ്റെ വചനത്തിൻ്റെ അധികാരവും കൂടി വെളിപ്പെടുത്താൻ വേണ്ടിയാണ് യേശു അത് ചെയ്തത്. അല്ലാതെ ഒരു ഫലം കിട്ടിയില്ല എന്നുള്ള ഒറ്റ കെറുവിനാൽ അല്ലെങ്കിൽ ആ ഒറ്റ വൈരാഗ്യത്താൽ ചെയ്തതല്ല. യേശു തൻ്റെ വചനത്തിൻ്റെ അധികാരം താൻ ദൈവമാണെന്നും കൂടി തൻ്റെ ദൈവത്തോടുള്ള സമത്വം കൊണ്ട് വെച്ചിട്ടാണ് പോകുന്നത്. എങ്കിലും തന്നിലൊരു ദൈവത്വമുണ്ടെന്നും അത് ഇപ്പോൾ ദൈവമില്ലെന്നൊക്കെ പറയുന്ന ആൾക്ക് ഒരു ഗതികേട് വരാൻ പോവുകയാണ്. അത് വെളിപ്പെടുത്തി എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, എല്ലാ മുഴങ്കാലും അവൻ്റെ മുമ്പിൽ വണങ്ങണം, എല്ലാ നാവും യേശുവിനെ കർത്താവെന്ന് പറയേണ്ടി വരും. ആ പറയപ്പുറേ ശ്രദ്ധിക്കുക. കർത്താവെന്ന് വിളിക്കുമെന്നോ കർത്താവെന്ന് പറയും എന്നല്ല, കർത്താവെന്ന് പറയേണ്ടി വരും. എന്താണ് അതിൻ്റെ അർത്ഥം? ഞാനൊരു ഉദാഹരണം പറയാം. പ്രിയ ശ്രോതാവേ, താങ്കളിൽ നിന്ന് ഞാനൊരു 10,000 രൂപ കടം മേടിച്ചു. ഞാൻ പ്രോമിസറി നോട്ട് തന്നിട്ടുണ്ടായിരുന്നു. എന്നോട് പൈസ തിരിച്ചു ചോദിച്ചു. ഞാൻ തരില്ല എന്ന് പറഞ്ഞു. പലപ്പോഴും ചോദിച്ചു, എന്നെ മല്ല് വിളിച്ച് എന്നെ ഇത് വിളിക്കാൻ നോക്കി. ഞാൻ തരില്ല എന്ന് ഞാൻ പറയുന്നു. ഒടുവിൽ താൻ പറയുകയാണ്, പ്രോമിസറി നോട്ട് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കേസിന് പോയാൽ നിങ്ങൾ ആ പൈസ എനിക്ക് തരേണ്ടി വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? തരാൻ മനസ്സ് വയ്ക്കാതെ നീ എത്രത്തോളം തെറ്റിയൊഴിഞ്ഞു പോയാലും ഒടുവിൽ നീ അത് തരേണ്ടി വരും മകനെ, കാരണം നിയമം അവിടെ കിടക്കുക എന്ന് പറഞ്ഞതാണ്. നിർബന്ധാവസ്ഥയിൽ ഗതികേടിനാൽ നീ കൊടുക്കേണ്ടി വരും എന്നതുപോലെ തന്നെ ഇപ്പം യേശു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന പഠിതാക്കളോട് പറയുക, എല്ലാ മുഴങ്കാലും അവൻ്റെ മുമ്പിലും വണങ്ങിയിട്ടും മടങ്ങിയിട്ട് യേശുവിനെ നാവ് കൊണ്ട് കർത്താവെന്ന് ഏറ്റു പറയേണ്ടി വരും. എന്താണ് കർത്താവ്? കർത്തൃത്വം നടത്തുന്നവൻ. എന്തിൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്നവൻ? ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ നേതാവായിരിക്കുന്നവനല്ല. ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ കുറേ ആളുകളെ കൂട്ടിയിട്ട് അവരുടെ മേൽ കർത്തൃത്വം നടത്തുന്നവനല്ല. ഏതെങ്കിലും 10-200 സഭ വെച്ചിട്ട് അതിൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്നവനല്ല. മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും മേൽ അധികാരം നടത്തുന്ന കർത്താവ് എന്ന് പറഞ്ഞാൽ അവൻ ദൈവമായിരിക്കണം. അപ്പോൾ യേശുവിൻ്റെ ദൈവത്വം, യേശുവിൻ്റെ വായിലൂടെ വരുന്ന വചനത്തിൻ്റെ അധികാരം, ഇതൊക്കെയാണ് ഇവിടെ വെളിപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഈ വിഷയം ഇവിടെ മനസ്സിലായി കാണും എന്ന് കരുതുന്നു. യേശു അത്തിയെ ശപിച്ചത് യഹൂദന് ഒരു പാഠവും അല്ല. ഉള്ള പാഠം 2 ഒന്ന് ഇവിടെ പ്രഖ്യാപിതവും ഒന്ന് അപ്രഖ്യാപിതവുമായി കിടക്കുന്നു. പ്രഖ്യാപിതമായത് നീ വിശ്വസിച്ചുകൊണ്ട് എന്തു പ്രാപിച്ചാലും അത് കിട്ടും എന്നുള്ളത്. അപ്രഖ്യാപിതമായിട്ടുള്ളത് യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണത്. ഭേദിക്കേണ്ടത് എത്ര കടുപ്പമുള്ള പാറയാണല്ലോ അതിനെ തകർക്കുന്നതാണ്. ചുറ്റിക പോലെയാണ് ദൈവത്തിൻ്റെ വചനമെന്ന് യിരെമ്യാ പ്രവചനം 23-ാം അധ്യായത്തിൽ പറയുന്നു. അപ്പോൾ തകർക്കേണ്ടതിനെ തകർത്ത്, വെട്ടേണ്ടതിനെ വെട്ടി, മുറിക്കേണ്ടതിനെ മുറിച്ച്, ബന്ധം അറുത്തു മാറ്റേണ്ടതിനെ അറുത്തു മാറ്റുന്ന ശക്തിയുള്ള ഇരുവാറ്റുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് അവൻ്റെ വചനമെന്ന് ഒരു പ്രാവശ്യം കൂടി തെളിയിക്കാനാണ് ഇവിടെ യേശു തൻ്റെ വാക്കിനാൽ അത്തിയുടെ വേരിനെ ജലവുമായിട്ടുള്ള ബന്ധത്തെ വെട്ടിമാറ്റി അതിനെ ഒരു രാത്രി കൊണ്ട് ഉണക്കിക്കളഞ്ഞത്. അതുകൊണ്ട് ഈ വചനഭാഗം വ്യക്തമായെന്ന് കരുതുന്നു. ദൈവം ഇനിയും ഇത്തരത്തിലുള്ളതായ ചിന്തകൾ വചനം പഠിക്കുന്നവർക്ക് പ്രയോജനകരമായി പഠിക്കത്തക്ക നിലയിലും ഇതിനകത്തൊക്കെ ഒത്തിരി ആത്മീയ സന്ദേശങ്ങളുണ്ട്. പക്ഷെ ഒരു വചന പഠനമായതുകൊണ്ട് ഞാനിവിടെ അവതരിപ്പിക്കുന്നില്ല. ഒരു പ്രസംഗം പോലെയല്ലല്ലോ വചന പഠനം. പ്രസംഗമായിരുന്നുവെങ്കിൽ അതിനകത്ത് ആത്മീയ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളിക്കാമായിരുന്നു. പക്ഷേ ഇതിൽ പഠനമായതുകൊണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം മാത്രം നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കൊളിച്ചെടുക്കുന്നു. വീണ്ടും നമുക്ക് കൂടി കാണാം. സുവിശേഷകർ വിവാഹിതരാകണമോ അതോ അവിവാഹിതരായിരിക്കണമോ? തിരുവചനം ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു?
നമുക്ക് ആ ഒരു ചിന്തയ്ക്കായി കാത്തിരിക്കാം. അതുവരെ വേറിട്ട് ചിന്തയുടെ എല്ലാ നല്ല ശ്രോതാക്കളെയും ദൈവം സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. വിശേഷാൽ ഈ പ്രതികൂലമായിരിക്കുന്ന കാലാവസ്ഥ കേരളത്തിലുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പ്രതികൂലമായിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത്. പല നാശങ്ങളും നഷ്ടങ്ങളും അനർത്ഥങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള മേഖലകളിൽ ദൈവത്തിൻ്റെ എല്ലാ ജനങ്ങളും സുരക്ഷിതരായിരിക്കട്ടെ. ഒരു ദൈവവൈതലിന് പോലും യാതൊരു അനർത്ഥവും ഉണ്ടാകാൻ ഇടവരാതിരിക്കട്ടെ. ദൈവം എല്ലാവരും സൂക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി ചുരുക്കുന്നു. വീണ്ടും നമുക്ക് കൂടി കാണാം വേറിട്ട ചിന്തകൾ 73-ാം എപ്പിസോഡിലേക്ക്. എല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ വന്ദനം ചൊല്ലിക്കൊണ്ട് ഞാൻ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.